രാഹുൽ മാങ്കൂട്ടത്തിലും പരാതിക്കാരിയും തമ്മിലുള്ള ചാറ്റിന്റെ വിവരങ്ങൾ പുറത്തുവന്നു. പാലക്കാട് ഫ്ളാറ്റ് വാങ്ങുന്നതുമായി ബന്ധപ്പെട്ട് 2024 ഡിസംബർ 20 നടന്ന ചാറ്റിന്റെ വിവരങ്ങളാണ് ഇന്ന് പുറത്തുവന്നത്. അതിനിടെ പാലക്കാട്ടെ KPM റീജൻസി ഹോട്ടലിൽ നിന്ന് രാഹുലിനെ കസ്റ്റഡിയിൽ എടുക്കുന്ന നിർണായക ദൃശ്യങ്ങളും 24-ന് കിട്ടി. ഐഷത്തുൽ ഷംന പാലക്കാട് നിന്ന് വിവരങ്ങളുമായി ചേരുന്നു. ഷംന, ഒരിക്കലും രാഹുൽ പ്രതീക്ഷിക്കാതെയാണോ ഈ പോലീസ് അദ്ദേഹത്തിന്റെ മുറിയിലേക്ക് കടന്നതും കാര്യങ്ങൾ ചോദിച്ചറിഞ്ഞതും? രാഹുലിന് ഒരു തരത്തിലും ഒരു സൂചനയും ഇതുമായി ലഭിച്ചിട്ടില്ല എന്നതാണ് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത്. കാരണം ആദ്യഘട്ടത്തിൽ ഈ ആദ്യത്തെ പരാതി വരുന്നത് നവംബർ 27-നാണ്. അന്ന് ഈ നിമിഷ നേരങ്ങൾ കൊണ്ടാണ് രാഹുൽ പാലക്കാട് നിന്നും മണ്ഡലത്തിൽ നിന്നും പിന്നീട് അപ്രത്യക്ഷനാവുന്നതും 2 ആഴ്ചയോളം ഒളിവിൽ കഴിയുന്നതും. പക്ഷേ ഈ കേസിൽ അങ്ങനെയല്ല. ഈ പരാതിക്കാരി ഒരാഴ്ച മുൻപ് പരാതി നൽകുന്നു. അത് ഇമെയിൽ മുഖാന്തരം അന്വേഷണ സംഘത്തിന് മുമ്പ് പരാതി നൽകുന്നു. പിന്നീട് FIR രജിസ്റ്റർ ചെയ്യുന്നു. ഈ അന്വേഷണ സംഘം ഈ SIT മഫ്തിയിലെത്തിയാണ് പിന്നീട് ഈ രാഹുലിനെ കസ്റ്റഡിയിൽ എടുക്കുന്നത്. അത് കുറച്ച് ദിവസമായി മണിക്കൂറുകളായി ഒക്കെ പാലക്കാട് ജില്ലയിലും ഒപ്പം തന്നെ രാഹുൽ താമസിച്ചിരുന്ന KPM ഹോട്ടലിന് ചുറ്റുമായി മഫ്തിയിൽ ഈ പോലീസ് അന്വേഷണ സംഘം തുടരുന്നുണ്ടായിരുന്നു. പക്ഷേ രാഹുലിന് ഇത് സംബന്ധിച്ച് യാതൊരു വിവരവും ഉണ്ടായിരുന്നില്ല. തുടർന്ന് രാത്രി 12:10 കൂടിയാണ് രാഹുലിന്റെ സഹായിയും ഡ്രൈവറും രാഹുലിന്റെ അടുത്ത് നിന്ന് പിന്നീട് MLA ഓഫീസിലേക്ക് പോകുന്നത്. അതായത് ഈ സഹായികൾ താമസിക്കുന്നത് MLA ഓഫീസിലാണ്. ഇവർ അതുവരെയും രാഹുലിന്റെ കൂടെ ഈ KPMന്റെ പരിസരത്ത് തന്നെ ഉണ്ടായിരുന്നു. പക്ഷേ ഇവർ രാത്രി 12:10 കൂടി ഇവർ തിരികെ പോകുന്നു. അതിനുശേഷം രാഹുൽ ഒറ്റയ്ക്കാണ് റൂമിൽ എന്ന് ഉറപ്പുവരുത്തിയതിനു ശേഷമാണ് അന്വേഷണ സംഘം 2 വാഹനങ്ങളിലായി എത്തിയ 8 പേരടങ്ങുന്ന അന്വേഷണ സംഘം KPM ഹോട്ടലിൽ എത്തുന്നു. ഒപ്പം തന്നെ ഹോട്ടൽ ജീവനക്കാരുടെ മൊബൈൽ ഫോൺ വാങ്ങിവെക്കുന്നു. അതിനുശേഷമാണ് രാഹുൽ താമസിച്ചിരുന്ന 2002 നമ്പർ റൂമിൽ കയറുന്നതും. രാത്രി 12:15 കൂടി ഈ മുറിയിൽ അന്വേഷണ സംഘം എത്തുന്നു. പിന്നീട് രാഹുലിനെ കാത്തു പുറത്തു നിൽക്കുന്നു. അന്വേഷണ സംഘമാണ് കൂടെ വരണം എന്നൊക്കെ പറയുന്നു. 12:30 കൂടിയാണ് പിന്നീട് രാഹുലിനെ കസ്റ്റഡിയിൽ എടുക്കുന്നത്. പുതിയ പരാതി ലഭിച്ചിട്ടുണ്ടെന്നും താങ്കൾ കൂടെ വരണമെന്നും പറയുന്നു. ആദ്യഘട്ടത്തിൽ രാഹുൽ വരാൻ ചെറിയ വിസമ്മതം, അതായത് ആ സമയത്ത് വരാൻ വക്കീലിനെ അടക്കം ബന്ധപ്പെടണമെന്നുള്ള ചില ആവശ്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു എന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരങ്ങൾ. പക്ഷെ അതിനൊക്കെ മറികടന്നുകൊണ്ട് അന്വേഷണ സംഘം പറയുന്നു, നിങ്ങൾ ബലം പ്രയോഗിക്കരുത്, MLA ആണ്, ഞങ്ങളുടെ കൂടെ വരണം, ചില നിർണായക തെളിവുകൾ അടക്കം ലഭിച്ചിട്ടുണ്ട്, പുതിയ കേസ് ലഭിച്ചിട്ടുണ്ട് എന്ന് അന്വേഷണ സംഘം പറയുന്നു. ഇതേ തുടർന്ന് രാത്രി 12:30 കൂടിയാണ് അന്വേഷണ സംഘം രാഹുലിന്റെ കസ്റ്റഡിയിൽ എടുക്കുന്നത്. പിന്നീട് നേരെ പത്തനംതിട്ടയിലേക്ക് കൊണ്ടുവരുന്നു. പക്ഷേ ഈ കേസിൽ പുതുതായുള്ള ഈ കേസിൽ ആദ്യത്തെയും രണ്ടാമത്തെയും ഒക്കെ കേസിന് സമാനമായെങ്കിൽ പോലും ഇതിൽ ഏറെ നിർണായകമാകുന്നത് രാഹുലിന് ഒരു സൂചനയും ലഭിച്ചില്ല. അന്വേഷണ സംഘം പഴുതടച്ചുള്ള ഒരു നീക്കത്തിലൂടെയാണ് രാഹുലിനെ പിടികൂടിയത് എന്നതാണ്. SK ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.